ഇതൊക്കെ സാധനങ്ങളൊക്കെ നിറയെ വന്നിട്ടുണ്ടല്ലേ? ഫ്രൂട്ട്സ് നന്നായിരുന്നു. ഞാൻ ഇന്നലെ വന്നപ്പോഴേ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഏതായാലും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വേണം. കുറച്ച് ഇതൊക്കെ ഉണ്ട് എടുത്താ. ആപ്പിളൊക്കെ എന്ത് വില? ഇതൊക്കെ കമ്മിയാക്കണം കേട്ടോ. നല്ല സാധനം തന്നെയല്ലേ? 1 കിലോ എടുത്തു. ദേശം മുന്തിരി എടുത്തു. എന്ത് തേങ്ങ മൂടാക്കി ഇയാൾക്ക്. ഹലോ യൂസഫ് അലി, എവിടെയാ നീ? ഞാനിവിടെ ഓഫീസിലുണ്ട്. അവിടെയാണോ? അവിടെ നിന്നോ പോരെ. ഇങ്ങോട്ട് വരും. എവിടെയാന്ന് യൂസഫ് അലി? ഞാൻ 2 ദിവസമായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് നടക്കാമല്ലോ. എന്താ നിങ്ങൾ പ്രശ്നം? അതേട്ടാ, ആദ്യം നിങ്ങൾ സമാധാനമായിട്ട് അവിടെ നിന്ന് ഇരിക്കേ. ഇനി സമാധാനമായിട്ട് പറയും. എന്താ നിങ്ങളെ പ്രശ്നം? യൂസഫ് അലി, ഞാൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? മകൻ്റെ MBBS കഴിഞ്ഞു. അവനിപ്പോൾ എന്തിനെങ്കിലും ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഏതായിരിക്കും ബെറ്റർ എന്നാണ് ഒരു അഭിപ്രായം ചോദിക്കാൻ. എന്നോടും കൂടി ഒരു അഭിപ്രായം ചോദിക്കണമെന്ന് കരുതി. MBBS മാത്രം എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പം തരാതേട്ടാ, ഈ MBBS പഠിച്ച ഓന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ലേ? അവനഭിപ്രായമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അവനോട് പറഞ്ഞതേ ഗൈനക്കോളജി എടുക്കാൻ. അതെന്താ? അല്ലേ, ഈ കല്യാണം പ്രസവം എന്ന് പറഞ്ഞാലേ അത് എല്ലാ കാലവും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു തച്ച് പണി അവന് എന്നും ഉണ്ടാവുമല്ലോ. തച്ച് പണിയോ? അതെന്താ? അതൊരു പണിയുടെ കണക്കാണ്. ഈ അതൊന്നും കയറി പിടിക്കണ്ട. ഈ എൻ്റെ അഭിപ്രായം പറ. തച്ച് കല്ലിട്ടായിരുന്നാ മതി. ചേട്ടാ, നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പോൾ, അതായത് ഈ കല്യാണവും പ്രസവമൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ചെറുക്കനെന്നും പണി ഉണ്ടാവും എന്ന് അറിയില്ലേ? നിങ്ങൾ നാട്ടിൽ നിന്ന് ഇറങ്ങി അന്വേഷിച്ചോക്കാണ്. എത്രങ്ങാനും ചെറുക്കന്മാരെ കല്യാണം കഴിയാതെ നടക്കണ അറിയാം. ചെറുക്കന്മാരൊന്നും പെണ്ണ് തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പെണ്ണ് കിട്ടാല്ല. ഇനി അഥവാ എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് കിട്ടിയെന്ന് ചോദിച്ചോളൂ. പെണ്ണ് കിട്ടിയാൽ തന്നെ ഈ പെണ്ണിന് സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രമേ ആവശ്യമുള്ളൂ. സർക്കാർ ഉദ്യോഗം ഉണ്ടെങ്കിൽ കല്യാണത്തിന് സമ്മതിക്കുള്ളൂ. സർക്കാരിൻ്റെ കാര്യം തന്നെ ഇപ്പം നമുക്കറിയാം. അത് പോട്ടെ, അതിൻ്റെ പുറത്ത് ഇനി കല്യാണം നടന്നു എന്ന് വിചാരിക്കുക. കല്യാണം നടന്നാലും ഇവർക്ക് പ്രസവിക്കാനും താല്പര്യമില്ല. പിന്നെ നിങ്ങളെ ചെറുക്കനെ എവിടെ പണിയിട്ട് നിങ്ങൾ പറയണത്? എന്തെങ്കിലും ഒരു ബുദ്ധിപരമായ കാര്യത്തിലേ എന്നോട് ചോദിച്ചാലേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നതേ. അതിപ്പോൾ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നൊരു കേസാണ്. അത് പോട്ടെ, ഞാൻ എൻ്റെ ബുദ്ധിന്ന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളെ ചെറുക്കനോടെ സൈക്കാട്രി എടുക്കാൻ പറയും. അതോ ഇപ്പം നല്ലത്? അതെന്ത് വർഷമാണ് ഈ പറയണം? അതിന് മാത്രമുള്ള ഭ്രാന്തന്മാർ കേരളത്തിലുണ്ടോ? ഭ്രാന്തന്മാരല്ല രാധേട്ടാ, മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ. എന്ത് തേങ്ങയുടെ കൂടായാലും ശരി. നേരത്തെ ഈ പറഞ്ഞില്ലേ, എന്തോ ഒരു മനസ്സിലായില്ല. അതിന് മാത്രമുള്ള ആളുകൾ ഇപ്പോൾ കേരളത്തിലുണ്ടോ? ഇപ്പം ഇല്ല, പക്ഷെ ഭാവിയിലുണ്ടാവും. വലക്കട മോടി ഈ പറയുന്ന ഒരു പുല്ലിക്ക് മനസ്സിലാവില്ല. ഒന്ന് തെളിയിച്ച് പറ. ഇപ്പം തന്നെ കല്യാണം നടക്കാതെ മൂത്ത് നരച്ച് മൂക്കിൽ പല്ലു വന്നിട്ടേ ഒരുപാട് ചെറുക്കന്മാർ സമനില തെറ്റിയിട്ട് നടക്കുന്നുണ്ട്. ഈ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സംഭവം ഗണ്യമായിട്ട് കൂടും, അതായത് ആളുകളുടെ എണ്ണം. ആ സമയത്ത് നിങ്ങൾ ചെറുക്കനെ ഒരു തച്ച് പണിയല്ല, ഒരുപാട് തച്ച് പണി കിട്ടും, കുതിര പണി കിട്ടും. മൂപ്പരിക്കേ നിൽക്കാനിരിക്കാനും നേരം ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മൂപ്പരോട് സൈക്കാട്രി എടുക്കാൻ പറയുന്ന പറഞ്ഞത്.